ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങളാണ്. ഈ അധ്യായത്തിൽ മൊത്തം 25 വാക്യങ്ങളുണ്ട്. യേശു കാനായിലെ കല്യാണ വിരുന്നിന് വെള്ളം വീഞ്ഞാക്കുന്നതും ദേവാലയം ശുദ്ധീകരിക്കുന്നതുമായ ഭാഗങ്ങളാണ് ഈ അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, കാന എവിടെയാണ്? ഗലീലിയിൽ. രണ്ടാമത്തെ ചോദ്യം, 2:1 വാക്യമനുസരിച്ച് ഗലീലിയിലെ കാനായിൽ എന്താണ് നടന്നത്? ഒരു വിവാഹ വിരുന്ന്. മൂന്നാമത്തെ ചോദ്യം, 2:1 വാക്യമനുസരിച്ച് എത്രാം ദിവസമാണ് ഗലീലിയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നത്? 3-ാം ദിവസം. നാലാമത്തെ ചോദ്യം, 2:1 വാക്യമനുസരിച്ച് ഗലീലയിലെ കാനായിൽ വിവാഹ വിരുന്ന് നടന്നപ്പോൾ ആര് അവിടെ ഉണ്ടായിരുന്നു? യേശുവിൻ്റെ അമ്മ. അഞ്ചാമത്തെ ചോദ്യം, കാനായിലെ കല്യാണ വിരുന്നിന് ആര് ക്ഷണിക്കപ്പെട്ടിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? യേശുവും ശിഷ്യന്മാരും. ആറാമത്തെ ചോദ്യം, കാനായിലെ കല്യാണ വിരുന്നിന് എന്താണ് തീർന്നു പോയത്? വീഞ്ഞ്. ഏഴാമത്തെ ചോദ്യം, കാനായിലെ കല്യാണ വിരുന്നിന് വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ യേശുവിനോട് എന്താണ് പറഞ്ഞത്? അവർക്ക് വീഞ്ഞില്ല. എട്ടാമത്തെ ചോദ്യം, യേശുവിൻ്റെ അമ്മ അവർക്ക് വീഞ്ഞില്ല എന്ന് യേശുവിനോട് പറഞ്ഞപ്പോൾ യേശു എന്താണ് മറുപടി പറഞ്ഞത്? സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. ഒമ്പതാമത്തെ ചോദ്യം, യേശുവിൻ്റെ അമ്മ ആരോടാണ് പറഞ്ഞത് യേശു നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുവിൻ എന്ന്? പരിചാരകരോട്. പത്താമത്തെ ചോദ്യം, ആരുടെ ശുദ്ധീകരണ കർമ്മത്തിന് വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു? യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിന്. 11ാമത്തെ ചോദ്യം, യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിന് വെള്ളം നിറയ്ക്കുന്ന എത്ര കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു? 6 കൽഭരണികൾ. 12ാമത്തെ ചോദ്യം, യഹൂദരുടെ എന്തിന് വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു? ശുദ്ധീകരണ കർമ്മത്തിന്. 13ാമത്തെ ചോദ്യം, യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിന് വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. അവ ഓരോന്നിലും എത്ര അളവ് കൊള്ളുമായിരുന്നു? 2-3 അളവ്. 14ാമത്തെ ചോദ്യം, യേശു പരിചാരകരോട് കൽപ്പിച്ചതെന്ത്? ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ. 15ാമത്തെ ചോദ്യം, യേശുവിൻ്റെ കൽപ്പന കേട്ട പരിചാരകർ എന്തോരം വെള്ളം ഓരോ ഭരണികളിലും നിറച്ചു? അവർ അവയെല്ലാം വക്കോളം നിറച്ചു. 16ാമത്തെ ചോദ്യം, ഭരണികളിൽ നിറച്ച വെള്ളം പകർന്ന് ആരുടെ അടുത്ത് കൊണ്ടുചെല്ലുവിൻ എന്നാണ് യേശു പരിചാരകരോട് പറഞ്ഞത്? കലവറക്കാരൻ്റെ അടുത്ത്. 17ാമത്തെ ചോദ്യം, 2:9 വാക്യമനുസരിച്ച് ആരാണ് വീഞ്ഞായി മാറിയ വെള്ളം രുചിച്ചു നോക്കിയത്? കലവറക്കാരൻ. 18ാമത്തെ ചോദ്യം, 2:9 വാക്യമനുസരിച്ച് ആരാണ് വീഞ്ഞായി മാറിയ വെള്ളം എവിടെ നിന്നാണെന്ന് അറിയാത്തത്? കലവറക്കാരൻ. 19ാമത്തെ ചോദ്യം, 2:9 വാക്യമനുസരിച്ച് ആരാണ് വീഞ്ഞായി മാറിയ വെള്ളം എവിടെ നിന്നാണെന്ന് അറിഞ്ഞത്? വെള്ളം കോരിയ പരിചാരകർ. 20ാമത്തെ ചോദ്യം, വീഞ്ഞായി മാറിയ വെള്ളം രുചിച്ചു നോക്കിയ കലവറക്കാരൻ ആരെ വിളിച്ചാണ് പറഞ്ഞത്? മണവാളനെ. 21ാമത്തെ ചോദ്യം, വീഞ്ഞായി മാറിയ വെള്ളം രുചിച്ചു നോക്കിയ കലവറക്കാരൻ മണവാളനെ വിളിച്ച് ആദ്യം എല്ലാവരും ഏതുതരം വീഞ്ഞ് വിളമ്പുന്നു എന്നാണ് പറഞ്ഞത്? മേൽത്തരം വീഞ്ഞ് വിളമ്പുന്നു എന്ന്. 22ാമത്തെ ചോദ്യം, വീഞ്ഞായി മാറിയ വെള്ളം രുചിച്ചു നോക്കിയ കലവറക്കാരൻ മണവാളനെ വിളിച്ച് അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ എല്ലാവരും എന്തുതരം വീഞ്ഞ് വിളമ്പുന്നു എന്നാണ് പറഞ്ഞത്? താഴ്ന്ന തരം വീഞ്ഞ്. 23ാമത്തെ ചോദ്യം, വീഞ്ഞായി മാറിയ വെള്ളം രുചിച്ചു നോക്കിയ കലവറക്കാരൻ മണവാളനെ വിളിച്ച് നീ ഇതുവരെയും എന്ത് സൂക്ഷിച്ചു വെച്ചുവല്ലോ എന്നാണ് പറഞ്ഞത്? നല്ല വീഞ്ഞ്. 24ാമത്തെ ചോദ്യം, 2:11 വാക്യമനുസരിച്ച് ആരാണ് യേശുവിൽ വിശ്വസിച്ചത്? ശിഷ്യന്മാർ. 25ാമത്തെ ചോദ്യം, യേശു തൻ്റെ എന്ത് വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് കാനായിലെ കല്യാണ വിരുന്നിന് വെള്ളം വീഞ്ഞാക്കിയത്? മഹത്വം വെളിപ്പെടുത്തുന്നതിന്. 26ാമത്തെ ചോദ്യം, യേശു കാനായിലെ കല്യാണ വിരുന്നിന് ശേഷം എങ്ങോട്ടാണ് പോയത്? കഫർനാമിലേക്ക്. 27ാമത്തെ ചോദ്യം, യേശു കാനായിലെ കല്യാണ വിരുന്നിന് ശേഷം കഫർനാമിലേക്ക് പോയപ്പോൾ ആരോടുകൂടിയാണ് പോയത്?
യേശു തൻ്റെ അമ്മയോടും സഹോദരന്മാരോടും ശിഷ്യന്മാരോടും കൂടി. 28 ചോദ്യം. യേശു തൻ്റെ അമ്മയോടും സഹോദരന്മാരോടും ശിഷ്യന്മാരോടും കൂടി എത്ര നാൾ കഫർനാമിൽ താമസിച്ചു? ഏതാനും ദിവസം. 29 ചോദ്യം. എന്ത് അടുത്തിരുന്നതിനാലാണ് യേശു ജെറുസലേമിലേക്ക് പോയത്? യഹൂദരുടെ പെസഹ അടുത്തിരുന്നതിനാൽ. 30 ചോദ്യം. 2:14 വാക്യമനുസരിച്ച് യേശു ആരെയൊക്കെയാണ് ദേവാലയത്തിൽ കണ്ടത്? കാള, ആട്, പ്രാവ് എന്നിവ വിൽക്കുന്നവരെയും നാണയം മാറ്റാനിരിക്കുന്നവരെയും. 31 ചോദ്യം. യേശു എന്തുകൊണ്ടാണ് ചമ്മട്ടി ഉണ്ടാക്കിയത്? കയറുകൊണ്ട്. 32 ചോദ്യം. പൂരിപ്പിക്കുക. അവൻ കയറുകൊണ്ട് ഒരു ചമ്മട്ടി ഉണ്ടാക്കി. അവരെയെല്ലാം ആടുകളോടും ഡാഷോടും കൂടെ ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി, കാളകളോടും കൂടെ. 33 ചോദ്യം. യേശു ആരുടെ മേശകളാണ് തട്ടിമറിച്ചത്? നാണയമാറ്റക്കാരുടെ. 34 ചോദ്യം. യേശു നാണയമാറ്റക്കാരോട് എങ്ങനെയാണ് പെരുമാറിയത്? നാണയമാറ്റക്കാരുടെ നാണയങ്ങൾ ചിതറിക്കുകയും മേശകൾ തട്ടിമറിക്കുകയും ചെയ്തു. 35 ചോദ്യം. യേശു പ്രാവുകളെ വിൽക്കുന്നവരോട് എന്താണ് കൽപ്പിച്ചത്? ഇവയെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ടു പോകുവിൻ. എൻ്റെ പിതാവിൻ്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലം ആക്കരുത്. 36 ചോദ്യം. യേശു ദേവാലയ ശുദ്ധീകരണം നടത്തിയപ്പോൾ എന്ത് എഴുതപ്പെട്ടിരിക്കുന്നതാണ് യേശുവിൻ്റെ ശിഷ്യന്മാർ അനുസ്മരിച്ചത്? അവിടുത്തെ ആലയത്തെക്കുറിച്ചുള്ള തീഷ്ണത എന്നെ വിഴുങ്ങിക്കളയും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത്. 37 ചോദ്യം. ഇത് ചെയ്യുവാൻ നിനക്ക് അധികാരം ഉണ്ട് എന്നതിന് എന്തടയാളമാണ് നീ ഞങ്ങളെ കാണിക്കുക? ആരാണ് യേശുവിനോട് ഇങ്ങനെ ചോദിച്ചത്? യഹൂദർ. 38 ചോദ്യം. ഇത് ചെയ്യുവാൻ നിനക്ക് അധികാരം ഉണ്ട് എന്നതിന് എന്തടയാളമാണ് നീ ഞങ്ങളെ കാണിക്കുക എന്ന യഹൂദരുടെ ചോദ്യത്തിന് യേശു പറഞ്ഞ മറുപടി എന്ത്? നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, 3 ദിവസത്തിനകം ഞാൻ അത് പുനരുദ്ധരിക്കും. 39 ചോദ്യം. ഈ ദേവാലയം പണിയാൻ എത്ര നാൾ എടുത്തു എന്നാണ് യഹൂദർ പറഞ്ഞത്? 46 സംവത്സരം. 40 ചോദ്യം. ഈ ദേവാലയം പണിയാൻ 46 സംവത്സരം എടുത്തു. വെറും എത്ര ദിവസത്തിനകം നീ ഇത് പുനരുദ്ധരിക്കുമോ എന്നാണ് യഹൂദർ യേശുവിനോട് ചോദിച്ചത്? 3 ദിവസത്തിനകം. 41 ചോദ്യം. 3 ദിവസത്തിനകം ഞാൻ പുനരുദ്ധരിക്കും എന്ന് യേശു പറഞ്ഞത് എന്തിനെപ്പറ്റിയാണ്? യേശു തൻ്റെ ശരീരമാകുന്ന ആലയത്തെപ്പറ്റിയാണ് പറഞ്ഞത്. 42 ചോദ്യം. നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, 3 ദിവസത്തിനകം ഞാനിത് പുനരുദ്ധരിക്കും എന്ന് യേശു പറഞ്ഞ വാക്കുകൾ ശിഷ്യന്മാർ ഓർമ്മിച്ചത് എപ്പോൾ? യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടപ്പോൾ. 43 ചോദ്യം. യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, 3 ദിവസത്തിനകം ഞാനിത് പുനരുദ്ധരിക്കും എന്ന് യേശു പറഞ്ഞ വാക്കുകൾ ശിഷ്യന്മാർ ഓർമ്മിക്കുകയും എന്തിലൊക്കെ വിശ്വസിക്കുകയും ചെയ്തു? വിശുദ്ധ ലിഖിതവും യേശു പ്രസ്താവിച്ച വചനവും വിശ്വസിക്കുകയും ചെയ്തു. 44 ചോദ്യം. ഏത് തിരുനാളിന് യേശു ജെറുസലേമിൽ ആയിരിക്കുമ്പോൾ പ്രവർത്തിച്ച അടയാളങ്ങൾ കണ്ട് വളരെ പേർ അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചു? പെസഹ തിരുനാളിന്. 45 ചോദ്യം. മനുഷ്യനെപ്പറ്റി ആരുടെയും സാക്ഷ്യം യേശുവിന് ആവശ്യമായിരുന്നില്ല. എന്തുകൊണ്ട്? മനുഷ്യനിലുള്ളത് എന്താണെന്ന് അവൻ വ്യക്തമായി അറിഞ്ഞിരുന്നു. അതിനാൽ. അടുത്ത വീഡിയോയിൽ അടുത്ത ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഇടുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.